നമസ്കാരം. ഫുട്ബോൾ പീരിയഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ചെൽസി ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക് എത്തിഹാഡ് സ്റ്റേഡിയത്തിൽ വെച്ച് ചെൽസി ഒരു ക്രൂഷ്യൽ ഫിക്സറിന് മാഞ്ചസ്റ്റർ സിറ്റിനെ നേരിടാൻ ഇറങ്ങുകയാണ്. സോ രണ്ട് ടീമിന്റെയും കാര്യം നോക്കാനായിട്ടാണെങ്കിൽ അത്ര സ്മൂത്തായിട്ടല്ല പോകുന്നത്. എസ്പെഷ്യലി മാഞ്ചസ്റ്റർ സിറ്റി PSG മിഡ് വീക്കിൽ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കാണുകയുണ്ടായി. ഒരു നാണംകെട്ട തോൽവി തന്നെ പറയേണ്ടി വരും. കാരണം 2 ഗോൾ ലീഡ് എടുത്തതിന് ശേഷം 4 ഗോൾ തിരിച്ച് കൺസീഡ് ചെയ്യുക, അതും സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് 30 മിനിറ്റ്സിനിടയിൽ. എന്നിട്ട് കളി കൊണ്ടേ കളയുക. സോ മാഞ്ചസ്റ്റർ സിറ്റി നമുക്കറിയാം ഈ സീസൺ വളരെ വളരെ മോശം ഫോമിലൂടെയാണ് രണ്ട് ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും പ്രീമിയർ ലീഗിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അവരിപ്പോൾ ഒരു ടോപ്പ് 4 വേണ്ടി എങ്ങനെയും പുഷ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ക്ലബ് ബ്രൂഹിന് അഗേൻസ്റ്റ് ലാസ്റ്റ് മാച്ച് ജയിച്ചില്ലെങ്കിൽ അവർ എലിമിനേറ്റേഴ്സ് പോലും കളിക്കത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. സോ ആ മാച്ച് ജയിച്ചേ പറ്റൂ. ആൻഡ് ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്ന് രാത്രിയിലാണെങ്കിൽ ടോപ്പ് 4 റേസ് പ്രോബ്ലി ഡിസൈഡ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളൊരു മത്സരം ഇത് മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കിപ്പോൾ ലീഗ് ടേബിളിലെ അവസ്ഥ കാണാം. 2 ടീം എഡ്ജിൽ തന്നെ നിൽക്കുകയാണ്. 2 ടീമും ടോപ്പ് 4 വേണ്ടി ക്വാളിഫൈ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ വിജയം മസ്റ്റാണ്. കാരണം ആർസണൽ ലിവർപൂൾ അവിടെ കാണും. നോട്ടിംഗം ഫോറസ്റ്റ് സ്ലോ ഡൗൺ ചെയ്ത് 1 ലക്ഷം കാണുന്നില്ല. ന്യൂകാസിൽ യുണൈറ്റഡ് ഒരു പുഷ് നടത്തുന്നുണ്ട്. സോ എനിത്തിങ് ഈസ് പോസിബിൾ. അപ്പോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും മാഞ്ചസ്റ്റർ സിറ്റി ആണ് ലാസ്റ്റ് 10 ഫിക്സ്റ്റേഴ്സ് ഇവർക്കിടയിൽ ഓൾ കോമ്പറ്റീഷൻ ഡോമിനേറ്റ് ആയിരിക്കുന്നത്. 2 ഡ്രോയും 8 വിജയവും സോ മാൻ സിറ്റിയുടെ പേരിലുണ്ട്. സോ ഒരു വിജയം പോലും ലാസ്റ്റ് 10 മാച്ചുകളിൽ ഓൾ കോമ്പറ്റീഷൻ ചെൽസിക്ക് എഗൈൻ സിറ്റി നേടാൻ സാധിച്ചിട്ടില്ല. സോ ഇന്നത്തെ ദിവസത്തിലോട്ട് വരുമ്പോഴേക്കും മാഞ്ചസ്റ്റർ സിറ്റിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പെപ് ഗാർഡിയോള റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അവർ 123 മില്യൺ പൗണ്ട്സോളം ഓൾറെഡി ഇപ്പോൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ വിൻഡോയിൽ. സോ അതിൽ നിന്നുള്ള 3 പേരും, അതായത് വിറ്ററിയസും കൊസനോവും മർമോഷും ഇന്ന് സ്ക്വാഡിൽ കാണുമെന്നാണ് കേൾക്കുന്ന കാര്യം. മർമോഷ് ഓൾമോസ്റ്റ് ഡെബ്യൂട്ട് നടത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. കൊസനോവിൻ്റെയും വിറ്ററിയസിൻ്റെയും കാര്യം അറിയത്തില്ല, മിക്കവാറും സ്ക്വാഡിൽ കാണും. സോ ആസ് ഓഫ് നൗ മർമോഷ്, മർമോഷ് ലക്കുണ്ടെങ്കിൽ മറ്റോ 2 പേരെയും കാണാനായിട്ട് സാധിക്കും. ചെൽസി അപ്പുറത്ത് നോക്കാനായിട്ടാണെങ്കിൽ ചെൽസി ഇതുവരെ അഡീഷൻസ് ആയിട്ട് അങ്ങനെയൊന്നും കാര്യമായിട്ട് നടത്തിയിട്ടില്ല. പക്ഷേ ചെൽസിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും എൻസോ ഫെർണാണ്ടസ് ഫിറ്റായി തിരിച്ചു വരുന്നത് പോസിറ്റീവ് ന്യൂസ് ആണ് ചെൽസി ഫാൻസിന്. അതുപോലെ തന്നെ ലാവിയ സ്റ്റിൽ നോട്ട് അവൈലബിൾ എന്നാണ് കേൾക്കുന്നത്. സോ ആസ് ഓഫ് നൗ എൻസോ ഫെർണാണ്ടസ് തിരിച്ചു വരുന്ന ഹ്യൂജ് ബൂസ്റ്റ് ആണ്. അപ്പുറത്ത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ചെൽസിയുടെ റീസെന്റ് ഫോം അധികം നല്ലതൊന്നുമല്ല. ഇപ്പം കഴിഞ്ഞ 6 ലീഗ് ഫിക്സറുകളിൽ നിന്ന് 2 ലോസും 3 ഡ്രോയുമാണ് അവർക്കുള്ളത്. ഒരേ ഒരു വിജയം വൂൾസിന് അഗേൻസ്റ്റ് ആണ് നേടാൻ സാധിച്ചത്. അവരുടെ ഫസ്റ്റ് വിന്നായിരുന്നു ക്രിസ്മസിന് ശേഷം കഴിഞ്ഞ മാച്ചിൽ വൂൾസിന് അഗേൻസ്റ്റ് വന്ന 3-1 വിക്ടറി. ചെൽസിയുടെ കുഴപ്പത്തിലൂടെ വരുമ്പോൾ അവർ റിയലി വേസ്റ്റ്ഫുൾ ആണ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ റിയലി വേസ്റ്റ്ഫുൾ ആണ്. അവർ ചാൻസുകൾ കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു അഫക്ട് ദം. കാരണം ഓൾറെഡി കോൾ പാൾമറിൽ ഹ്യൂജ് ഡിപ്പെൻഡൻസ് ആണ് ഫോർ സ്കോറിംഗ് ഗോൾസ്. നിക്കോളാസ് ജാക്സൺ കളി കാണുന്നവർക്കറിയാം, ആൾ ഇഷ്ടം പോലെ ചാൻസുകൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെർ മാച്ച് ആവറേജ്. അപ്പുറത്ത് കോൾ പാൾമറാണ് അവരുടെ ടോപ്പ് സ്കോറർ. 14 ഗോൾ 22 കളിയിൽ നിന്നും ലീഗിൽ ആളെ തന്നെയാണ് അവർ ഹൈലി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവർ മെജോറിറ്റി അറ്റാക്കും കോൾ പാൾമർ ഓറിയന്റഡ് തന്നെയാണ്. സോ എങ്ങനെ നിക്കോളാസ് ജാക്സണിലോട്ട് കിട്ടുന്ന ചാൻസുകൾ കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ പാടാണ്. ശരിയാണ്, സിറ്റി ഡിഫൻസീവിൽ ഭയങ്കര വൾണറബിൾ ആണ്. സോ ചെൽസിക്ക് പ്രോബബ്ലി ഈ സീസൺ ഫസ്റ്റ് മാച്ച് ചെൽസി വേഴ്സസ് സിറ്റി ആയിരുന്നു പ്രീമിയർ ലീഗിൽ 2 വരെ. സോ അതിൽ ചെൽസിക്ക് അഗൈൻസ്റ്റ് സിറ്റി ഒരു വിക്ടറി നേടുന്നുണ്ട്. പക്ഷേ അത്ര എളുപ്പമായിരിക്കത്തില്ല ഈ മാച്ചിലോട്ട് വരുമ്പം. കാരണം ചെൽസി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്, സിറ്റി കുറച്ചുകൂടെ ഡിഫൻസീവിൽ വൾണറബിൾ ആയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ചെൽസിക്ക് ചാൻസുകൾ കിട്ടും. അപ്പുറത്ത് സിറ്റിക്കും ചാൻസുകൾ കിട്ടും. ചെൽസിക്കും ഇഷ്ടം പോലെ ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട്. ചലബോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് തോന്നുന്നത്. അലോങ് സൈഡ് പുള്ളിയുടെ പാർട്ണർ ആരായിരിക്കും നോക്കണം. പക്ഷെ ചലബോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. പുള്ളിയുടെ ലാസ്റ്റ് പെർഫോമൻസ് വളരെ സൂപ്പറായിരുന്നു, വൈറ്റൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ കുക്കറേയും കേൾക്കുന്ന റിപ്പോർട്ടുകൾ പറയാൻ റീസ് ജെയിംസും സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. മിഡ്ഫീൽഡ് എൻസോ തിരിച്ചു വരുമെന്ന് കേൾക്കുന്നു. ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. അപ്പുറം കോൾ പാൾമർ ജാക്സൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. സാൻജോ എന്തായാലും കാണും. അപ്പുറത്ത് നെറ്റോ ആണോ മാഡുവെക്കാനെയാണോ വേറെ ആരെങ്കിലും ആണോ യൂസ് ചെയ്യാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. അതുപോലെ തന്നെ സിറ്റിയുടെ കാര്യത്തിലൂടെ വരുമ്പോൾ സിറ്റിക്കും ഡിഫൻസീവ് ഇഷ്യൂസ് ഇഷ്ടം പോലെ ഉണ്ട്. കെവിൻ ഡിബ്രൂനെ നമുക്കറിയാം ലാസ്റ്റ് മാച്ചൊക്കെ ഡ്രെഡ്ഫുൾ പെർഫോമൻസ് ആയിരുന്നു. ബെർണാർഡോ സിൽവയുടെ ഡ്രെഡ്ഫുൾ പെർഫോമൻസ് ആയിരുന്നു. ലീഗിൽ അതേസമയത്ത് ഇപ്സിച്ചിന് അഗേൻസ്റ്റ് ഒരു കംപ്ലീറ്റ് ഡോമിനേറ്റിംഗ് പെർഫോമൻസിന് ശേഷമാണ് വന്നത്. പക്ഷേ PSG അഗേൻസ്റ്റ് ടീം കംപ്ലീറ്റ്ലി ഡൗൺ ആവുന്നതാണ് കണ്ടത്. അപ്പോൾ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും നമുക്കറിയാം കെവിൻ ഡിബ്രൂനെ സ്റ്റിൽ ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആളെ ഡിഫൻസീവ്ലി ഗെയിമിലോട്ട് ഇൻവോൾവ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുവാണെങ്കിൽ ആളോടൊപ്പം നമുക്കറിയാം 33 വയസ്സായി ബെർണാർഡോ സിൽവയാണെങ്കിലും കോവസിച്ചാണെങ്കിലും ആൾക്ക് വേണ്ട ഒരു കവർ മിഡ്ഫീൽഡിൽ കൊടുക്കുന്നില്ല. സോ ചെൽസിക്ക് ലാസ്റ്റ് PSG മാച്ച് ഒരു ബിഗ് എക്സാമ്പിൾ ആണ്. മിഡ്ഫീൽഡിൽ ചെൽസിക്ക് യങ് ലെഗ്സ് ഉണ്ട്. സോ ചെൽസിക്ക് മേ ബി അവിടെ സിറ്റിനെ ഓവർറൺ ചെയ്യാനായിട്ട് സാധിച്ചില്ല. എസ്പെഷ്യലി കുക്കറയൊക്കെ ഇൻവേർട്ട് ചെയ്ത് കയറി അവിടെ ഒരു ഓവർറൺ ചെയ്യാനായിട്ട്, എസ്പെഷ്യലി ഇന്റൻസിറ്റിയുടെ കാര്യത്തിലും പേസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജും ചെൽസിക്ക് മിഡ്ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ സിറ്റി ഡെഫിനറ്റ്ലി സ്ട്രഗിൾ ചെയ്യും. അതാണ് നമ്മൾ ലാസ്റ്റ് മാച്ചിലൊക്കെ കണ്ടത്. സോ ചെൽസി അത് തന്നെയായിരിക്കും നോക്കുക. സിറ്റി അതേ സമയത്ത് എർലിംഗ് ഹാലൻഡിലോട്ട് കൂടുതൽ ബോൾ ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എസ്പെഷ്യലി കെവിൻ ഡിബ്രൂവിനെ ഹയർ ഓഫ് ദ പിച്ചസ് യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ വേണമെങ്കിൽ ബെർണാർഡോ സിൽവയോ കോവസിച്ചോ ആരാണോ മിഡ്ഫീൽഡിൽ ഇറങ്ങുന്നത് അവർക്ക്
കൂടുതൽ ലെഗ്സ് വേണം, കാരണം ഡിബ്രൂനയുടെയും കൂടെ ഡിഫൻസീവ് വർക്ക് ലോഡ് അവിടെ എടുക്കണം. കാനോട്ട് ഇൻവോൾവ് ഡിബ്രൂന മോർ. സോ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. സിറ്റിയുടെ വൺ ഓഫ് ദ പ്രോബ്ലം ഏജിങ് മിഡ്ഫീൽഡ് തന്നെയാണ്. അത് ഓരോ മാച്ചിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇഞ്ചറി ഇഷ്യൂസ് സിറ്റിക്കുണ്ട്. ഡോക്കോ ഔട്ടാണ്. റൂബൻ ഡിയാസ് മിഡ് വീക്ക് തിരിച്ചു വന്നിരുന്നു, പക്ഷേ ആൾ വീണ്ടും ആ മാച്ചിനിടയിൽ ഇഞ്ചറി പറ്റി പോയിട്ടുണ്ട്. സോ പുള്ളി ഔട്ടാണ്. ആക്കെ, ഓസ്കർ ബോബെ, റോഡ്രി ഓൾറെഡി ഔട്ടാണ്. സോ ഈ മത്സരത്തിലോട്ട് വരുമ്പോൾ കുസനോവും അതുപോലെ വിക്ടോറിയസ്, ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഡയറക്റ്റ് സ്റ്റാർട്ട് കൊടുക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും നടക്കുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. മത്തേസ് സ്റ്റിൽ റൈറ്റ് ബാക്ക് റോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. PSG മാച്ചിൽ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്തൊരു പൊസിഷനായിരുന്നു അത്. സോ മത്തേസ് അതുപോലെ സിറ്റിയുടെ വിങ് ബാക്സ് ഒക്കെ പക്കായിട്ട് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. മെയിൻലി അവരുടെ മിഡ്ഫീൽഡ് ബാറ്റിൽ സിറ്റിക്ക് വിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അഗൈൻസ്റ്റ് ചെൽസി അവർ സ്ട്രഗിൾ ചെയ്യും. കാരണം ചെൽസി നമുക്കറിയാം, ഈവൻ ദോ റീസെന്റ് മാച്ചുകൾ ഫോം ഔട്ട് ആണെങ്കിലും അവരുടെ ദിവസമാണെങ്കിലും ഇതിന് മുമ്പത്തെ മാച്ചുകളൊക്കെ നമ്മൾ കണ്ടാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു സ്ക്വാഡാണ്. സോ സിറ്റിനെ ഔട്ട് റൺ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും വെൻ ഇറ്റ് കംസ് ടു പേസ് മറ്റുമൊക്കെ നോക്കുമ്പോഴേക്കും. സോ ഗെയിം കൺട്രോൾ ചെയ്യാനായിട്ട് സിറ്റിക്ക് സാധിച്ചില്ലെങ്കിൽ കളി സിറ്റിയുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഈ മാച്ചിലോട്ട് വരുമ്പോൾ എത്തിയാശ്ചര്യത്തിലാണ് സിറ്റിക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ചെൽസിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും അവർ എവേ ഗ്രൗണ്ട്സിൽ ചെന്ന് കൂടുതൽ പോയിന്റ്സ് എടുത്തിട്ടുണ്ട് ദാൻ ഇൻ ദർ ഹോം ഗ്രൗണ്ട്. സോ ഇറ്റ്സ് വെയിറ്റ് ആൻഡ് സി ഈ മാച്ചിലോട്ട് വരുമ്പോൾ എങ്ങനെ പോകുന്നു. എന്തായാലും നമുക്ക് നോക്കാം. എൻ്റെ പ്രൊഡിക്ഷൻ നോക്കാനായിട്ടാണെങ്കിൽ ഐ ആം റൂട്ടിംഗ് മോർ ടുവേർഡ്സ് ചെൽസി വിന്നെന്ന് ഞാൻ പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നൊരു ചെൽസി മാറ്റ് എഡ്ജ് ദിസ് ഫിക്സ്ചർ എന്നൊരു ഫീലിംഗ് ഉണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. അതുപോലെ തന്നെ നമ്മൾ മറ്റ് കുറച്ച് അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഒരു സീരിയസ് അപ്ഡേറ്റ് പ്ലെറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്നുമല്ല, എൻകുങ്കു ഗർനാച്ചോ സ്വാപ്പ് ഡീലിനെ കുറിച്ച് ഇന്റേണലി ഡിസ്കഷൻസ് തുടങ്ങി എന്നുള്ള രീതിയിലാണ് വാർത്തകൾ കേൾക്കുന്നത്. സോ ആസ് പെർ ഹിസ് റിപ്പോർട്ട്സ് ബയൺ മ്യൂണിക്കിന് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ സീരിയസ്ലി കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നില്ല. എസ്പെഷ്യലി മത്തേസ് ടെല്ലിനെ കൊടുക്കുന്നതിന് ബോർഡിനിടയിൽ ഒരു 50-50 സിറ്റുവേഷൻ ആണെന്ന് കേൾക്കുന്നു ഇൻ ബയൺ മ്യൂണിക്. സോ മത്തേസ് ടെല്ല് പോയില്ലെങ്കിൽ എൻകുങ്കുവിനെ അവർ സീരിയസ്ലി പുഷ് ചെയ്യത്തില്ല. എൻകുങ്കു പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി ചെയ്ത് നിൽക്കുകയാണ് ബയണുമായിട്ട്. പക്ഷേ അസ് ഓഫ് നൗ കാര്യം ബ്ലോക്ക് ആവാനായിട്ടുള്ള സാധ്യതയാണ്. സോ എൻകുങ്കുവിന് എന്തായാലും മിനിച്ചില്ല. എൻകുങ്കു എങ്ങനെയും പോകാനായിട്ട് നോക്കുവാണ്. സോ മാൻ യുണൈറ്റഡ് ഒരു ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. താരം റെഡി ആണെന്നും കേൾക്കുന്നുണ്ട്. സോ ഗർനാച്ചോ എൻകുങ്കു ഒരു സ്വാപ്പ് ഡീൽ ഡിസ്കഷൻ നടക്കുന്നതായിട്ട് കേൾക്കുന്നു. നമുക്കറിയാം ചെൽസിക്ക് ഗർനാച്ചോ ഒരു സീരിയസ് ഇൻട്രസ്റ്റ് ഉണ്ട്. നാപ്പോളി ബിഡിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. സോ അസ് ഓഫ് നോ ചെൽസി മാത്രമേ റേസിലുള്ളൂ. ഡയറക്റ്റ് സ്വാപ്പ് ആണോ അതോ പ്ലസ് മണി വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അസ് ഓഫ് നോ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഗർനാച്ചോ എൻകുങ്കു ഡയറക്റ്റ് സ്വാപ്പ് നടക്കുവാണെങ്കിൽ വിന്നർ ഡെഫിനറ്റ്ലി ചെൽസി ആയിരിക്കും. കാരണം ഗർനാച്ചോയ്ക്ക് എൻകുങ്കുവിനേക്കാളും മാർക്കറ്റ് വാല്യൂ ഉണ്ട്, ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. എന്തായാലും അങ്ങനെ വല്ലതും നടത്താനായിട്ടാണെങ്കിൽ യുണൈറ്റഡ് ഹാസ് ടു കുറച്ചുകൂടെ പൈസ ചോദിക്കണം. കാരണം ഡയറക്റ്റ് സ്വാപ്പ് ലോസ് ഡീലാണ് യുണൈറ്റഡ് വിത്തൗട്ട് എ ഡൗട്ട്. സോ എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം. സോ അവിടെ നിന്ന് അടുത്തൊരു അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ പാട്രിക് ടോർഗുവിന് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 30 മില്യൺ യൂറോസിന്റെ ഒരു ബിഡ് വിട്ടതായിട്ട് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 27 മില്യൺ എന്നുള്ളത് 30 മില്യണിലോട്ട് ഉയർത്തിയിട്ടുണ്ട്. 40 മില്യനാണ് ലെച്ച ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുവാണെങ്കിൽ അറൗഹോവിന്റെ ഒരു പുതിയ ന്യൂസ് വന്നിട്ടുണ്ട്. നമുക്കറിയാം അറൗഹോ 2031 വരെ ബാർസലോണയായിട്ട് ഒഫീഷ്യലി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. ഇപ്പം റിപ്പോർട്ടുകൾ വരുന്നത് 65 മില്യൺ യൂറോസിന്റെ ഒരു റിലീസ് ക്ലോസ് ഈ സമ്മറിലുണ്ടെന്നാണ്. അത് അടുത്ത വിൻഡോ തൊട്ട് അടുത്ത സമ്മർ തൊട്ട് 80 മില്യൺ യൂറോസ് ആയി വരും. അതായത് ഈ സമ്മറിൽ ഏതെങ്കിലും ക്ലബിന് അറൗഹോനെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചാൽ 65 മില്യൺ യൂറോസ് പേ ചെയ്ത് എടുത്തുകൊണ്ട് പോകാം. സോ 80 മില്യൺ ആവും. അതിനുശേഷം എന്താണെന്ന് പറയാം. സോ അറൗഹോന്റെ കയ്യിലാണ് കൺട്രോൾ. സോ അറൗഹോ ഇവിടെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി എനിക്ക് ആ ക്ലോസ് കണ്ടപ്പോൾ തോന്നുന്നില്ല. ഇത് സത്യമാണെന്ന് തോന്നുന്നു. കാരണം സ്പെയിനിലെ എല്ലാ ടോപ്പ് പ്ലെയർ ഇതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ഐ തിങ്ക് ദർ മൈറ്റ് ബി സമ്മറിൽ അറൗഹോ 65 മില്യൺ ആയിരിക്കും. പല ക്ലബ്ബുകളും ഇൻട്രസ്റ്റഡ് ആയിരിക്കും 65 മില്യൺ അറൗഹോനെ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ. അതുപോലെ തന്നെയാണ് ലലീഗ ക്ലബ്ബുകൾ ആകെപ്പാടെ 2.63 മില്യൺ യൂറോസ് ആണ് ഇതുവരെ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ലോകത്ത് യൂറോപ്പ് മാത്രമല്ല ഹോൾ അക്രോസ് ദ വേൾഡ് 34th സ്പോട്ടാണ്. ജർമ്മനിയിലെ സെക്കൻഡ് ഡിവിഷൻ, ഈവൻ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ജർമ്മനിയിലെ സെക്കൻഡ് ഡിവിഷൻ, അതുപോലെ ഇറ്റാലിയൻ സെക്കൻഡ് ഡിവിഷൻ, നമ്മുടെ തേർഡ് ഡിവിഷൻ, ഇംഗ്ലണ്ടിലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, അതുപോലെ ഈവൻ ലലീഗയിലെ സെക്കൻഡ് ഡിവിഷൻ പോലും എന്താ പറയുക ലലീഗയിൽ ഇപ്പോഴത്തെ ക്ലബ്ബുകൾ സ്പെൻഡ് ചെയ്തതിനേക്കാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല ഇമേജ് അല്ല. ഇപ്പം നോക്കാനാണെങ്കിൽ ജപ്പാനും മറ്റും എല്ലാം ഇതിനേക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഇമേജ് ഫോർ ലലീഗ. ഇത്രയും സ്ട്രിക്ട് റൂൾസ് വരുന്നത് പല ക്ലബ്സിനെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 2.63 മില്യൺ അതിനകത്ത് പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലലീഗ ബാർസലോണയോട് വീണ്ടും നമ്മൾ നോക്കാനായിട്ടാണ് അറിയിച്ചായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇഫ് ബാർസലോണ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നെക്സ്റ്റ് ഈ വരുന്ന ക്ലാസിക്കോ, അതായത് ബാർസലോണയുടെയാണ് അടുത്ത ഹോം മാച്ച് വരാനായിട്ട് പോകുന്നത്. സോ എൽ ക്ലാസിക്കോ സ്പെയിന് വെളിയിൽ സൗദിയിലോ ഖത്തറിലോ അല്ലെങ്കിൽ ചൈനയിലോ അങ്ങനെ അല്ലെങ്കിൽ അമേരിക്കയിലോ എവിടെയെങ്കിലും
നടത്താനായിട്ട് അവർ റെഡി ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ബാർസലോണ അനുവദിക്കണം. ബാർസലോണയുടെയാണ് ഹോം മാച്ച് അടുത്ത്. പേഴ്സണലി ഐ ഡോണ്ട് ലൈക്ക് ടു സീ ദിസ് ഹാപ്പനിങ്. അത് ഫുട്ബോളിന് നല്ല കാണുമെന്ന് ചോദിച്ചാൽ അല്ല, ഒട്ടും നല്ലതല്ല. കാരണം ഹോം ഫാൻസ് ഡിസേർവ്സ് ദാറ്റ് മാച്ച് ഇൻ ദ. സോ ഇത് എന്തായാലും ബാർസലോണ അഗ്രി ചെയ്യുമെന്നുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും അഗ്രി ചെയ്യുവാണെങ്കിൽ അന്യായ ഫണ്ട്സ് കിട്ടും. വിത്തൗട്ട് എ ഡൗട്ട്. ക്ലാസിക്കോ അതൊരു ലീഗ് മാച്ച്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ച്, അന്യായ ഫണ്ട്സ് കിട്ടും. പക്ഷേ ഫുട്ബോളിന്റെ രസം അതിൽ നിന്ന് പോകും. എന്താണ് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളതെന്ന് പറയാം. അതുപോലെ തന്നെയാണ് സാന്റിയാഗോ ഗിമിനസ് കാര്യത്തിൽ സീരിയസ് പ്രോഗ്രഷൻ AC മിലാൻ നടത്തുന്നതായിട്ട് പ്ലറ്റംബർഗ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാന്റിയാഗോ ഗിമിനസ് നമുക്ക് എല്ലാവർക്കും ഒരു 23 വയസ്സുകാരനായ ഫെയ്നോർഡിന്റെ സെന്റർ ഫോർവേഡ്. റീസെന്റ് ലാസ്റ്റ് മാച്ചിൽ ബയൺ അഗൈൻസ്റ്റ് 2 ഗോളൊക്കെ അടിച്ചിരുന്നു. അന്യായ പ്ലെയർ ആണ്. മൊറാട്ട ഈ സമ്മറിൽ മൊറാട്ടനെ കൊണ്ടുവന്നതിന് ശേഷം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. അതുപോലെ ഒക്കഫോറെ, മൊറാട്ട, ടാമി എബ്രഹാം സ്ട്രൈക്കിംഗ് ഓപ്ഷൻസിൽ AC മിലാന് കുറെ ഇഷ്യൂസ് ഉണ്ട്. ആരും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. സോ അവർ സാന്റിയാഗോ ഗിമിനസിനെ വിന്ററിൽ തന്നെ കൊണ്ടുവരാനായിട്ട് നീക്കങ്ങൾ ആരംഭിച്ചായിട്ട് കേൾക്കുന്നുണ്ട്. ആൻഡ് ഫെയ്നോർഡും റെഡിയാണ് ഫോർ ദ റൈറ്റ് പ്രൈസ് വിൽക്കാനായിട്ടെന്നും കേൾക്കുന്നു. അതുപോലെ തന്നെയാണ് സിഞ്ചങ്കോയുടെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പ്ലറ്റംബർഗാണ് റിപ്പോർട്ട് ചെയ്തത്. സിഞ്ചങ്കോന് അത്ലറ്റിക്കോ മാഡ്രിഡ് ചിലപ്പം ഈ വിന്റർ ട്രാൻസ്ഫർ ഉണ്ട് തന്നെ പുള്ളി ചെയ്തേക്കാം, അല്ലെങ്കിൽ സമ്മറിൽ ഉറപ്പായിട്ടും കൊണ്ടുവരാനായിട്ട് നീങ്ങുമെന്നാണ് കേൾക്കുന്നത്. 20 മില്യൺ പ്ലസ് ആഡ് ഓൺസിന്റെ ഒരു ഡീലാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം യൂലിയൻ ഗീസോ ഇപ്സിച്ചിലോട്ട് ഒരു മൂവ് നടത്തിയിരുന്നു ഫ്രം ബ്രൈറ്റൺ. സോ ആ ഒരു മൂവ് ഹൈജാക്ക് ചെയ്യാനായിട്ട് ലാസ്റ്റ് മൊമെന്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമം നടത്തിയെന്നാണ് സൺ ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ജോൺ ഡുറാന്റെ കാര്യത്തിൽ സീരിയസ് ആയ ഒരു അപ്ഡേറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഹീസ് റിയലി കൺസിഡറിങ് അൽ നാസർ മൂവ് എന്നാണ് കേൾക്കുന്നത്. ഡൂറാന് ആസ്റ്റൺ വില്ല ഡിമാൻഡ് ചെയ്യുന്നത് 80 മില്യൺ യൂറോസ് ആണ് ഈ വിന്ററിൽ റിലീസ് ചെയ്യണമെങ്കിൽ. സമ്മറിലോട്ട് വരുമ്പോൾ കാര്യം അറിയത്തില്ല. ജോൺ ഡുറാൻ ആ ഡീലിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് കേൾക്കുന്നു. ആൾക്ക് സൗദി അറേബ്യൻ പ്രോജക്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടെന്നും ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഹ്യൂജ് എമൗണ്ട് ആളെ ടെംപ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. PSG, റയൽ മാഡ്രിഡ്, ബാർസലോണ, പിന്നെ ചില എസ്പെഷ്യലി ചെൽസിയുടെ പേരും ചെറുതായിട്ട് ലിങ്കായി കാണുന്നുണ്ട്. ഇവരൊക്കെ സമ്മറിൽ പുള്ളിക്ക് വേണ്ടി വന്നേക്കാന്ന് പറഞ്ഞ് റൂമറുകളുണ്ട്. അതിനിടയിലാണ് ആൾ അൽനാസർ ഡീൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് റിലയബിൾ സോഴ്സിൽ വന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, റയൽ ബെറ്റിസ് 84% ആന്റണിയുടെ വേജസ് കവർ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ ആഡിയമീന് 52.5 മില്യൺ യൂറോസിന് എടുക്കാനായിട്ട് നാപ്പോളി റെഡിയാണെന്നാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. അസ് ഓഫ് നൗ 52.5 മില്യൺ എറൗണ്ട് എല്ലാം കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയെന്നാണ് കേൾക്കുന്നത്. പക്ഷെ ആ ഡീല് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ അവർക്കൊരു റീപ്ലേസ്മെന്റ് വേണം ബൊറുസിയ ഡോർട്ട്മുണ്ട്. സോ അവരത് നോക്കുന്നത് കെവിൻ ഷാഡയുടെ പേരാണ് കേൾക്കുന്നത്. ബ്രൻഫോർഡിന്റെ വിങ്ങർ, ജർമ്മൻ വിങ്ങർ താരത്തെക്കുറിച്ച് പറയാനാണ്. 23 വയസ്സാണ്, ജർമ്മൻ ഇന്റർനാഷണൽ ആണ്. ആൾക്ക് വേണ്ടി 50-60 മില്യൺ എറൗണ്ട്, അതായത് ആഡിയമിക്ക് എന്ത് കിട്ടുന്നോ എറൗണ്ട് അത് തന്നെ വേണമെന്നാണ് ബ്രൻഫോർഡ് ഡിമാൻഡ് ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. അതുപോലെ തന്നെയാണ് ബ്രൈറ്റൺ വേറൊരു ടാലന്റിനെ നോക്കിയിട്ടുണ്ട്. അവർ സീരിയസ്ലി ആ ഡീലിന് വേണ്ടി പുഷ് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. സോ മറ്റേ ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണെ നോക്കുക. ഒരു സെൻട്രൽ ഫോർവേഡ്, ഗ്രീക്ക് ഇന്റർനാഷണൽ ആണ്, ജർമ്മനി 2nd ഡിവിഷനിൽ നൺബർഗിന് വേണ്ടി കളിക്കുന്ന പ്ലെയർ ആണ്. സ്റ്റെഫനോസ് സിമാസ് എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ഗ്രീക്ക് ഇന്റർനാഷണൽ ആണ്. സോ 19 വയസ്സേ ഉള്ളൂ. ഓൾറെഡി 2nd ഡിവിഷനിൽ ഇപ്പം 15 കളിയിൽ 9 ഗോൾ ഒരു അസിസ്റ്റുമായിട്ട് നിൽക്കുകയാണ്. ബ്രൈറ്റൺ ഒബ്സസ്ഡ് വിത്ത് ദിസ് പ്ലെയർ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സോ അന്യ ടാലന്റ് ആയിട്ട് അവർ കാണുന്ന ഒരു പ്രൊഫൈലാണ്. സോ മറ്റ് ക്ലബ്ബുകൾക്ക് ഇനി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചാടി വീഴുക. ബ്രൈറ്റൺ അത്രയ്ക്ക് ഒബ്സസ്ഡ് ആണെങ്കിൽ മേ ബി അവരുടെ ജാവോ പെട്രോ നെക്സ്റ്റ് സമ്മറിൽ അന്യ ഡിമാൻഡ്സ് ജാവോ പെട്രോയ്ക്ക് വേണ്ടി വരുമെന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ടായിരിക്കാം നോക്കുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. സോ ഇതൊക്കെയാണ് ഓവറോൾ അപ്ഡേറ്റ്സ് ആയിട്ട് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. ഇന്നത്തെ ചെൽസി സിറ്റി മാച്ചിന്റെ പ്രഡിക്ഷൻ പറയുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കമന്റ് സെക്ഷനിൽ എല്ലാവരും ഇടുവാണെങ്കിൽ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും